ഈഫ സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോണ്ടേ? ഇന്ന് ഈഫക്ക് സ്കൂൾ ഓപ്പൺ ആവുമല്ലോ. അപ്പം നമുക്ക് മമ്മി വീഡിയോ എടുക്കണേന് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ. എണീക്കാം? എണീക്ക് കളിപ്പൻ. സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോണ്ടേ? ബ്രഷ് അങ്ങനെ ബ്രഷ് മമ്മ എടുത്തരാം. വയ്ക്ക് ഈഫ തന്നെ തന്നെ വെച്ചേ. ഈ പ്രാവശ്യം തൊട്ട് ഈഫ തന്നെ തന്നെയാണ് ബ്രഷ് ചെയ്യാൻ പോണ അല്ലേ? ബ്രഷ് എന്താ ചെയ്തത്? വേഗം ആട്ടെ, വേഗം ഫാസ്റ്റ്. വേഗം ബ്രഷ് ഇട്ടു. ഞങ്ങൾ ബ്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്കൂളൊക്കെ തുറന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ടൈമിൽ ഏറ്റവും വലിയ ടെൻഷൻ എന്ത് ടിഫിൻ കൊടുക്കും, എന്ത് ലഞ്ച് കൊടുത്തു വിടും, എന്ത് കൊടുത്താൽ കഴിക്കും എന്നൊക്കെയുള്ളതാണ് എൻ്റെ മെയിൻ കൺസേൺ കേട്ടോ. അപ്പോൾ ഈഫയ്ക്കാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്രയും നാൾ കുറേ ലേറ്റായി എണീറ്റ് ഇഷ്ടമുള്ള സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങനെയൊക്കെ നിന്നതൊന്ന് ട്രാക്കിലേക്ക് ആവാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ദേ ഇന്ന് തൊട്ട് ഞങ്ങൾ തുടങ്ങുവാണ് ഞങ്ങളുടെ സ്കൂൾ ലൈഫ്. അപ്പോൾ ദേ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഈഫ കഴിക്കാൻ സാൻഡ്വിച്ച് മതിയെന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഇട്ട് കുളിച്ച് ഞങ്ങൾ അതൊക്കെ കഴിച്ച് പോകാൻ റെഡി ആവട്ടെ. നമുക്ക് ബാക്ക് ടു സ്കൂൾ. അപ്പോൾ അതേ നമുക്ക് പോകാൻ ടൈമായിട്ട്. അപ്പോൾ 9:30 അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ എത്തണം. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ റെഡിയായി ആൾ കഴിഞ്ഞോട്ടോ. അപ്പോൾ എണീറ്റപ്പോൾ തൊട്ടേ നല്ല മൂഡാണ്, അതുകൊണ്ട് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്കൂളിൽ പോകാനും ഈഫക്ക് മടിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല സുന്ദരി കുട്ടിയായിട്ട് പോയിക്കോളും. എണീക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് പുന്നാരിച്ചൊക്കെ ഒന്നിരിക്കണം, അത് കഴിയുമ്പോൾ ആൾ ഓക്കെ ആയിക്കോളാം കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയുണ്ട് അവിടെ. അപ്പോൾ അമ്മേനോടും വാ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പം അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ആൾക്കാണെങ്കിൽ കരയിലോ അങ്ങനെ കാര്യങ്ങളൊന്നും കുഞ്ഞിലേ തൊട്ട് തന്നെ ഇതുവരെ അങ്ങനെ കരയിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആൾക്ക് ചെന്നാൽ അവിടെ ഉള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. അതിപ്പോൾ വേറൊരു വീട്ടിൽ പോവുകയാണെങ്കിലും വേറെ ആൾക്കാരെ കാണുകയാണെങ്കിലും ഒക്കെ അങ്ങനെ കേട്ടോ. ഇപ്പോൾ ആരുടെ അടുത്തും ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ. ഒട്ടും തന്നെ ഷൈയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതിലൊക്കെ ഞാൻ ഭയങ്കര എന്താ പറയുക, ഞാനൊക്കെ നേരെ ഓപ്പോസിറ്റായിരുന്നു കേട്ടോ. പക്ഷേ ചേട്ടൻ ഇങ്ങനെ ആയിരുന്നു എന്ന് കുഞ്ഞിലേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അതേപോലെ ആയിരിക്കാം. പക്ഷേ എനിക്കൊക്കെ ഒരു ആളെ പുതിയതായിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇത്തിരി ടെൻഷനോ അല്ലെങ്കിൽ പെട്ടെന്നൊന്നും സംസാരിക്കാറൊന്നുമില്ല കേട്ടോ ഞാൻ. അപ്പോൾ അതെ അതാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെയാണ് ഇന്ന് പോണത്. അപ്പോൾ ഞാൻ ഇതിൽ വോയിസ് ഭയങ്കര കുറഞ്ഞു പോയി, അതാണ് കേട്ടോ ഇതിന് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഇല്ല കേട്ടോ രാജഗിരിയിലോട്ട്. നമ്മൾ സ്കൂൾ വാനിലാണ് വിടുന്നത്. ഇപ്പോൾ നാളെ തൊട്ട് മൺഡേ തൊട്ട് അങ്ങനെ കേട്ടോ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടൊക്കെ പോകണേ ഇപ്പം? സ്കൂൾ ദ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ കേട്ടോ. അപ്പോൾ ഇന്നാണ് ഇവിടെ സ്കൂൾ ഓപ്പണിങ്. അപ്പം മമ്മിയും ഡാഡിയും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് ഈഫനാക്കിയിട്ട് നമ്മളിപ്പോൾ അപ്പം തന്നെ വരും കേട്ടോ. ഉച്ചവരെ ഉള്ളൂ. ഇവിടെ ഫ്രണ്ട്സിനാ ടീച്ചേഴ്സിനാ ന്യൂ ക്ലാസ് ഒക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഇഫ ഹാപ്പി ആണോ? ഹാപ്പി? എക്സൈറ്റഡ്? പറ. ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. ബൈ പറ.
അപ്പോൾ ഇതാണ് നമ്മുടെ രാജഗിരി വന്നിട്ട് ഈ വഴിയാണ് കയറേണ്ടത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ വീടും ഇവിടെ തന്നെ ഉണ്ട്, അതായത് ചേട്ടൻ്റെ അമ്മയുടെ വീടും ഈ ഒരു സ്ഥലത്തൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പോകുന്ന വഴി ഇങ്ങനെ പറയുമായിരുന്നു, ഇതൊക്കെ പണ്ട് ഇങ്ങനെ ഇരുന്നേച്ച സ്ഥലമാണെന്നറിയോ, ഓടിക്കളിച്ച് നടന്നേച്ചതാണ്, ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കാനും ഫ്രണ്ട്സായിട്ടൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി വന്നുകൊണ്ടിരുന്ന സ്ഥലമാണെന്നൊക്കെ പറയാം കേട്ടോ. അപ്പം അന്ന് ആ ടൈമിലൊന്നും സ്കൂളും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ആളൊക്കെ ആയിട്ടുള്ളൂ, കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടുള്ളൂ ഇവിടെ സ്കൂൾ വന്നിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോവാൻ കേട്ടോ. അപ്പോൾ ഇതായി ആ ഒരു ഗ്രൗണ്ടൊക്കെ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് കാട്ടിക്കൊടുക്കുക, ഞാൻ കളിച്ചിട്ടുണ്ട് ഇവിടേക്ക് വന്ന് എന്നൊക്കെ പറയണേ കേട്ടോ. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയാനാണെങ്കിൽ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും പോകുന്നത്. അതിപ്പോൾ മന്ത്ലി പാരൻസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനാണെങ്കിലും എന്ത് കുഞ്ഞു കാര്യത്തിനാണെങ്കിലും ഇവിടെ എന്താവശ്യത്തിനും ഒരുമിച്ച് തന്നെ നിൽക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് കേട്ടോ. അതിപ്പോൾ ചേട്ടനും എനിക്കും അങ്ങനെ ഒരു നിർബന്ധമുണ്ട് കേട്ടോ. നാട്ടിലാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും, ചേട്ടനും നാട്ടിലുണ്ടെന്നാണെങ്കിൽ ഒരുമിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും പോകാറുള്ളത്. ഞാനും കുഞ്ഞിൽ ആഗ്രഹിച്ചിട്ടുണ്ട്, എൻ്റെ ചില കുട്ടികളുടെ കണ്ടിട്ടില്ല, പാരൻസ് രണ്ടുപേരും കൂടെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്നൊക്കെ. പക്ഷേ എൻ്റെ മിക്കപ്പോഴും പപ്പയായിക്കോട്ടെ വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യത്തിനും എന്നെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് ചേട്ടനാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ പോകാനും കൊണ്ടുപോകാനും ഒക്കെ. അപ്പോൾ അവിടെ ഒരു സെൽഫി സെക്ഷൻ ഉണ്ട്, അതൊക്കെ സെൽഫി എടുത്തതിന് മാമിനെയൊക്കെ കണ്ടപ്പോൾ ഓടിപ്പോയി ഹഗ് ചെയ്യാണ്ട്. അവിടെയുള്ള എല്ലാ ആൻറ്റിമാരായിട്ടും മിസ്സുമാരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. എല്ലാവരും അറിയാം, എല്ലാവർക്കും ഈഫനെ അറിയാം, ഇന്ന ആളെന്നൊന്നുമില്ല കേട്ടോ, എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് ഈഫക്ക്. ഭയങ്കര സംസാരിക്കാനും എല്ലാവരോടും ഇടപഴകാനൊക്കെ ആൾ നല്ല ഇതാണ് കേട്ടോ. ഞാൻ പോലും അതിശയിച്ചുകൊണ്ട്, കാരണം ഞാനൊക്കെ അങ്ങനെയല്ല, ഞാൻ ഇച്ചിരി ഇൻട്രോവേർട്ടായിട്ടുള്ള ആളാണ്. പക്ഷേ ഈഫ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ, ചേട്ടനെ പോലെയാണ്. അപ്പോൾ എല്ലാവരോടും സംസാരിക്കാനും ഒരു സ്റ്റേജ് ഫിയറാ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഈഫക്ക്. അങ്ങനെ ഇവിടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു പരിപാടികളും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെയൊക്കെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി ഓരോ കാർട്ടൂൺസൊക്കെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് എല്ലാവരും ലാസ്റ്റ് ഇടിയായിട്ട് എല്ലാവരും കൈ ഷെയ്ക്കാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമുക്ക് ഇതിനെ കൂടെയൊക്കെ നിന്ന് സെൽഫി എടുക്കാം. എല്ലാ പ്രാവശ്യവും ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. മിക്കി ഈഫനെ സ്റ്റാർട്ടിങ് ഡേയിൽ ഫസ്റ്റ് പ്ലേ സ്കൂളിലാക്കുന്ന ടൈമിൽ മിക്കി മൗസ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വലിയ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊന്നും വന്നില്ലെന്ന് തോന്നുന്നുണ്ട്. ഈ പ്രാവശ്യം ഇപ്പോൾ ഉള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുട്ടികളൊന്നും കൂടെ ഹാപ്പിയും ഒക്കെ ആയി ഭയങ്കര ചിറപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയ്ക്കാൻ്റൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതേ കുട്ടികളെ പീഫയൊക്കെ ആദ്യമേ തന്നെ ഓടിപ്പോയി ഷെയ്ക്കാൻ്റെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഹാപ്പി ആയിട്ട്, അപ്പോൾ അവർക്കും ഒരു ഹാപ്പിനെസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് കുട്ടികൾ നിറഞ്ഞ് നമുക്ക് ബ്ലെസ്സിങ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഫാദറും ടീച്ചേഴ്സും എല്ലാവരും നമ്മുടെ കുട്ടികളെ ബ്ലെസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കുവാണ്. അപ്പോൾ ഇപ്പോൾ ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ വീഡിയോ എടുത്താളാ, ചേട്ടൻ കൂടെ ചെല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ പോയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാ കാര്യത്തിലും ഫസ്റ്റ് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയാൻ ഉള്ളൊരു മനസ്സെപ്പോഴും ചേട്ടൻ കാണിക്കാറുണ്ട് കേട്ടോ. എന്ത് കാര്യത്തിനാണെങ്കിലും എന്നെക്കാളും ഇൻട്രസ്റ്റും ഒക്കെ ചേട്ടൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ബ്ലെസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് ആൾ സംസാരിച്ച് നല്ല ഹാപ്പി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇഫക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ട്, ഇപ്പം കുറേ ദിവസമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എന്നാണ് ഇനി സ്കൂൾ തുറക്കണേന്നായി, അതങ്ങനെയാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളുടെ ടെഡി ഗമ്മി ബെയറിൻ്റെ ഡാൻസും കാര്യങ്ങളും. അപ്പോൾ ഇഫക്ക് ഈ പാട്ടൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അവിടെ പുറകിലിരുന്ന ആൾ നല്ലോണം പാടിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവരുടെ ക്ലാസ് റൂമിലേക്ക് വിട്ടു കേട്ടോ ഈഫനെ. അപ്പോൾ ഇതാണ് വന്നിട്ട് ഈഫയുടെ ക്ലാസ്. ഈഫ വന്നിട്ട് ഇപ്പോൾ UKG ആണ് കേട്ടോ. UKGയിലായി ആൾ. എനിക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, എത്ര പെട്ടെന്നാണ് ഓരോ വർഷങ്ങളും കടന്നു പോകണമെന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു കേട്ടോ. ആൻഡ് ഇവരുടെ സ്കൂൾ ഫുള്ളും ഇങ്ങനെ സീഷോർ എന്നാണല്ലോ, രാജഗിരി സീഷോറാണ്. അപ്പോൾ അതിന് ബേസ് ആയിട്ടുള്ള തീമും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഭയങ്കര ക്രിയേറ്റിവിറ്റിയും ഭയങ്കരമായിട്ട് ഇപ്പം തന്നെ നിങ്ങൾ അവിടെ കാണുമ്പോൾ തന്നെ ഓരോ ചാർട്ടും ക്ലാസ് റൂമും ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കേട്ടോ. ടീച്ചേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ഇവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈഫയുടെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്ത്, അപ്പോൾ കുറേ ഇപ്പോൾ ഈ പ്രാവശ്യം വന്നിട്ട് ആളിപ്പോൾ സങ്കടം പറയുമായിരുന്നു, കുറച്ച് പേര് അപ്പുറത്തെ ക്ലാസ്സിലായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ചെറിയൊരു സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ നമുക്കും ഇവിടെ ഇങ്ങനെ ടീയും സ്നാക്സൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ.